നിങ്ങളത് വായിക്കുന്നില്ല പത്രക്കാർ, അതാണ്. ഇതൊക്കെ കണ്ടുകെട്ടാം പിടിച്ചെടുക്കുക, പ്രധാനപ്പെട്ട പത്രങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ സ്ഥലം ഉപയോഗിക്കാതെ നിങ്ങൾ ഇത്ര കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതുമോ? ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഈ സ്ഥലം എടുക്കുന്നില്ല, ഞങ്ങൾ അടിക്കാനെങ്കിലും വിമർശിക്കാനെങ്കിലും. വരാത്തതിനെ കുറിച്ച് എഴുതിക്കോ. ഈ സ്മാർട്ട് സിറ്റി ആദ്യത്തെ പദ്ധതി എല്ലാവർക്കും അറിയാമല്ലോ, ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കൊടുക്കാനും 33,000 തൊഴിലവസരം ഉണ്ടാക്കാനുള്ളതായിരുന്നു. ഇന്ന് മനോരമ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ കരാറിലായിരുന്നെങ്കിൽ ടീകോമിന് വീഴ്ച വന്നാൽ ഒന്നും ചെയ്യാൻ വകുപ്പുണ്ടായില്ല, സർക്കാരിന് വീഴ്ച വന്നാൽ മാത്രമാണ് എന്തെങ്കിലും ടീകോമിന് നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ടീകോമിന് വീഴ്ച വന്നാൽ അത് പിന്നെ VS ഗവൺമെൻറ് സമയത്ത് വരുത്തിയ മാറ്റമാണെന്ന് വസ്തുതാപരമായ കാര്യം മനോരമ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്നലെ എന്നോട് ചോദിച്ചു, ഇന്നലെ ശരിക്കും ഞാൻ സാധാരണ രീതിയിൽ ഞാൻ പ്രതികരിക്കാതെ പോകേണ്ടതാണ്. കാരണം ബോംബെയിൽ നമ്മുടെ ആളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, വ്യവസായികൾക്ക് പണ്ട് ഈ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട്, സിംഗപ്പൂർ മൂലധനം ആകർഷിക്കാൻ കൊണ്ടുപോയപ്പോൾ പ്രസൻറ്റേഷൻ ഗംഭീരമായി വിദേശികളൊക്കെ കാണും. അപ്പോൾ ആദ്യം തന്നെ ആളെ എൻ്റെ ഇദ്ദേഹം പറഞ്ഞത് മലയാളിയായിരിക്കും, ഇപ്പം എന്തെങ്കിലും ചോദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം, KSRTC പോലും മര്യാദയ്ക്ക് നടത്താൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് വലിയ വ്യവസായം ഉണ്ടാക്കുന്നത്? ആദ്യത്തെ ചോദ്യമാണ്. അപ്പോൾ എല്ലാ വിദേശികളും ഉണ്ട്. അപ്പോൾ ഇന്നലെ പത്രക്കാരുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. അല്ലാണ്ട് ബോംബെയിൽ എങ്ങനെയുണ്ട് വ്യവസായികൾ വന്ന് ചന്ദ്രശേഖരനെ അതിടയ്ക്ക് സൗഹൃദം ചോദിക്കുന്നുണ്ട്. ഇന്നലെ ടാറ്റയിലെ ചന്ദ്രശേഖരനെ കണ്ടല്ലേ, അപ്പോൾ ഞാൻ വെച്ചാൽ അതായിരിക്കും ചോദ്യം. ഒരു വാർത്തയാണല്ലോ നമ്മൾ കണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്നുമില്ല, ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ സ്ഥലം ഇപ്പം ഞാനപ്പോൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവരിത് പിൻവാങ്ങാൻ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മളും തീരുമാനിച്ചു, ഇപ്പം നമ്മുടെ അവരുടെയും ഒരേ നിലപാടിലേക്ക് എത്തി. അപ്പോൾ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, ഒരു മന്ത്രി ഇങ്ങനെ പറയാമോ നമ്മുടെ അവരുടെ നിലപാട് ഒരേപോലെ ആയി എന്നുള്ളത്? ഇതാണ് കാര്യം. എന്ന് വെച്ചാൽ അവർ പിൻവാങ്ങാൻ അഭ്യർത്ഥിച്ചു, നമ്മളിപ്പോൾ അംഗീകരിച്ചു. ഇപ്പോൾ രണ്ടുപേരുടെ നിലപാടൊന്നായല്ലോ ഇതിനകത്ത്, അല്ലാതെ താല്പര്യങ്ങളിലല്ലോ. അപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരാറിനകത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കുമ്പോഴായിരിക്കും വ്യവസ്ഥ ഈ നിലപാട്. ഇതിലിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈ നഷ്ടപരിഹാരം എന്ന വാക്കാണ്ട് ഉപയോഗിച്ചത്, വേറെ നഷ്ടപരിഹാരം. നമ്മുടെ ഈ കരാറിനകത്ത് ഇപ്പോൾ ഒന്നുകിൽ അബാൻഡൻ ചെയ്യാം അവരുടെ വീഴ്ച വന്നാൽ. അങ്ങനെ വന്നാൽ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ നിശ്ചയിക്കുന്ന അനുസരിച്ചുള്ള ഷെയറിൻ്റെത് അവരെടുക്കണം. അവരുടെ വീഴ്ച കൊണ്ട് വന്നാൽ തന്നെ ഗവൺമെൻറ് വേണമെങ്കിൽ അബാൻഡൻ ചെയ്യാം, അപ്പോൾ അവരെടുക്കണം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാല്യൂർ കണ്ടനുസരിച്ച് നമുക്ക് ഗവൺമെൻറ്റിന് തന്നെ ഈ അവരുടെ ഷെയർ ഗവൺമെൻറ്റിന് എടുക്കാം. പക്ഷെ അതിലൊരു കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് തന്നെ കരാറിലുണ്ട്. ഇപ്പോഴത്തെ ഭൂമിയുടെ വില എടുക്കില്ല. 91.52 കോടിയാണ് അന്നത്തെ വില. അത് അതേപോലെ നിർത്തും. സാധാരണ വാല്യുവേഷൻ വരുമ്പോൾ ഭൂമി വില കൂടുമല്ലോ, അത് വെച്ച് കൂടുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ആ കരാറിൽ തന്നെ ഉണ്ട്, 91.52 കോടിയാണ് അതിൻ്റെ വാല്യുവേഷൻ വെക്കുക. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ വീഴ്ച എന്താണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള നമ്മുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള നിക്ഷേപം ടേക്ക് ഓവർ ചെയ്യാം. അവരുടെ വീഴ്ച കൊണ്ടാണെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള നിക്ഷേപം അവരുടെ നിന്ന് കണ്ടുകെട്ടാം. ഇതാണ് അതിനകത്തുള്ള നിയമോപദേശത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്നിട്ടാണ് ചെയ്യുക. എന്നാലൊരു പ്രശ്നം, ഇതിന് ആർബിട്രേഷൻ ഉണ്ട്. 3 അംഗ ആർബിട്രേഷൻ, നിയമപ്രകാരം 3 അംഗ ആർബിട്രേഷൻ ഉണ്ട്. അപ്പോൾ ഒരു തർക്കത്തിലാ പോണെങ്കിൽ പിന്നെ ഈ ഭൂമി ഇങ്ങനെ കിടക്കും. ഇപ്പം തന്നെ നമ്മുടെ ഗോൾഡ് സൂക്കിന് കൊടുത്ത എത്ര ഏക്കറാ ഇൻഫ്രയുടെ? 40 ഏക്കറല്ലേ? 40 ഏക്കർ കേസായിട്ട് നമ്മൾ പല വഴി ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇൻഫ്രയ്ക്ക് കൊടുക്കാൻ 40 ഏക്കറിൻ്റെ. അത് ഇവിടെ ഒന്നുമല്ല, സൂം ഡെവലപ്പേഴ്സ്, ഇവിടെ ഒന്നുമല്ല, ഇൻഡോറിലാണ് കേസ് നടക്കണേ. നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം, പക്ഷേ കേസ് സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ആർബിട്രേഷൻ ഉണ്ട്. ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ പോർഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ പറ്റുമോ? എഗ്രിമെൻറ്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും. അല്ലാണ്ട് ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെൻറ്റിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും. പിന്നെ ചിലവർ ഇപ്പോൾ കഴുകൻ കണ്ണുമായി ആളുകൾ കാത്തിരിക്കുകയാണ്, ഭൂമി ആളുകൾ കൊടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇൻഫോ പാർക്കൊക്കെ ആയിരിക്കും ഷെയർ എടുക്കുക, അല്ലാണ്ട് ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ആരെങ്കിലും കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഗവൺമെൻറ് ഇൻഫോ പാർക്കിനും ടെക്നോ പാർക്കിനും നമ്മൾ നേരിട്ടുള്ള കമ്പനി നടത്തുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് അലോട്ട് ചെയ്യുന്ന സ്ഥലം, 2 ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലുലു, പ്രസ്റ്റീജ്, ബ്രിഗേഡ്, ഇങ്ങനെ അവർ ഡെവലപ്പ് ചെയ്യാൻ അവർക്കും കൊടുക്കും. ഇത് ടെക്നോ പാർക്കിന് കൊടുക്കുന്നുണ്ട്, ഇൻഫോ പാർക്കിനും കൊടുക്കുന്നുണ്ട്.
പക്ഷേ നിയന്ത്രണം പൂർണ്ണമായിട്ടും, അല്ലാണ്ട് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൊടുക്കാത്ത അജണ്ടയില്ല. ഇത് ഗവൺമെന്റിന് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ. ഇതിൽ തന്നെ നമ്മുടെ കമ്മിറ്റി തന്നെ ശുപാർശ, ഒന്നുകിൽ ഗവൺമെന്റ് ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ KFC, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖല ഗവൺമെന്റ്, ഈ സംവിധാനങ്ങളാണ് ഈ പണം കൊടുത്ത് ഇതിന്റെ ഭാഗമാകേണ്ടത്. അപ്പോൾ സംസ്ഥാന താല്പര്യം പൂർണ്ണമായി സംരക്ഷിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് എടുക്കുകയുള്ളൂ. എന്നാൽ ഇനി അത്തരം ഈ പദ്ധതി ഇങ്ങനെ അനന്തമായി നീണ്ട് നമുക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടായിട്ട് ലാൻഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇൻഫോ പാർക്കിന് ഇപ്പോൾ നമ്മൾ ലാൻഡ് പൂളിങ്ങിലേക്കാണ് പോണത്. വലിയ ഡിമാൻഡായിട്ട് ഇപ്പോൾ നിങ്ങളൊരു എൻ്റെ പേജ് നോക്കിയാൽ മതി, ഒരു മാസം നോക്കിക്കോ നിങ്ങൾ, മിക്കവാറും ഒരാഴ്ചയിൽ ഒരു ഉദ്ഘാടനം ഞാൻ അവിടെ നടത്തുന്നുണ്ട്, ഒരെണ്ണെങ്കിലും ലോകോത്തര കമ്പനികളുടെ. അപ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ട്. അവർക്ക് നേരിട്ട് നമ്മൾ ഇപ്പോൾ വരുന്നവർക്ക് കൊടുക്കല്ല, ഇൻഫോ പാർക്ക് വഴിയായിരിക്കും കൊടുക്കുള്ളൂ. ആ സംവിധാനമായിരിക്കും. ഈ സ്മാർട്ട് സിറ്റി ഏത് രൂപത്തിൽ നിർത്തണം, ഇൻഫോ പാർക്കിൻ്റെ സ്റ്റേജ് ആയിട്ടാണോ, അങ്ങനെയാണ്, അതൊക്കെ ഗവൺമെൻറ് ചർച്ച ചെയ്യും. പക്ഷെ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. ഇത് നമുക്ക് നാടിൻ്റെ ഈ വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമായ രൂപത്തിൽ ഉപയോഗിക്കണം. ഈ കരാറിനകത്ത് നിന്നിട്ടായിരിക്കും തീരുമാനങ്ങളെല്ലാം ചെയ്യുക. എന്നാൽ കരാറിൽ പറയുന്ന പോലെ വേണമെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് മറ്റ് ആർബിട്രേഷൻ സമയമൊക്കെ ഒഴിവാക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.